നമസ്കാരം, പുത്തൻ യുഗത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് GB വാട്സാപ്പിലുള്ള ചാറ്റ് ബാക്കപ്പ് എങ്ങനെ നോർമൽ വാട്സാപ്പ് അഥവാ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് എങ്ങനെ റീസ്റ്റോർ ചെയ്യാം. അതായത് GB വാട്സാപ്പിലുള്ള മുഴുവൻ ചാറ്റുകളും ഒഫീഷ്യൽ വാട്സാപ്പ് അഥവാ നോർമൽ വാട്സാപ്പിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ റീസ്റ്റോർ ചെയ്യുന്നതിന് മുൻപ് ഈ വീഡിയോ ഫുള്ളായി കണ്ട് ഓരോ സ്റ്റെപ്പുകളും ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ GB വാട്സാപ്പിന്റെ ചാറ്റ് ബാക്കപ്പ് ഡാറ്റ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് റീസ്റ്റോർ ആകില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് റീസ്റ്റോർ ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഉപയോഗിച്ച GB വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൽ 2 ചാറ്റുകളാണ് ഉള്ളത്. ഈ 2 വ്യക്തികളുമായിട്ടുള്ള ചാറ്റുകൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത്രയും ചാറ്റുകളാണ് ഇവരുമായി ഞാൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി GB വാട്സാപ്പിലുള്ള ഈ ചാറ്റുകൾ എങ്ങനെ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം GB വാട്സാപ്പിന്റെ ബാക്കപ്പ് ഡാറ്റ എടുത്തു വെക്കുക. സാധാരണ ഓട്ടോമാറ്റിക്കായി ഫോണിൽ GB വാട്സാപ്പ് തന്നെ ഓരോ ദിവസവും ബാക്കപ്പ് ഡാറ്റ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നാൽ GB വാട്സാപ്പ് സേവ് ചെയ്ത ബാക്കപ്പ് ഡാറ്റയ്ക്ക് ശേഷം ഇനി വല്ല ചാറ്റുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി ആദ്യം ബാക്കപ്പ് എടുത്തു വെക്കുക. അതിനുവേണ്ടി GB വാട്സാപ്പിന്റെ മുകളിൽ വലതുവശത്തായി കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആകുന്ന വിൻഡോയിൽ ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നേരെ താഴെ ചാറ്റ് ബാക്കപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന GB വാട്സാപ്പിന്റെ ബാക്കപ്പ് ഡാറ്റ ഫോണിൽ സേവ് ആയിട്ടുണ്ടാകും. ഇനി GB വാട്സാപ്പ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഫോണിൽ ഇപ്പോൾ ബാക്കപ്പ് എടുത്ത ഡാറ്റ ഫയൽ സേവ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഫോണിലെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിൽ ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ com.GB വാട്സാപ്പ് എന്ന ഫോൾഡർ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അതിൽ YO വാട്സാപ്പ് എന്നോ GB വാട്സാപ്പ് എന്നോ കാണാം. അത് ഓപ്പൺ ചെയ്യുക. അതിൽ ഡാറ്റാബേസ് എന്ന ഫോൾഡർ കാണാം. അത് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ എടുത്ത GB വാട്സാപ്പിന്റെ ബാക്കപ്പ് ഡാറ്റ ഫയൽ അവിടെ കാണുവാൻ സാധിക്കും. ഇനി ബാക്കിലേക്ക് വരിക. വീണ്ടും ബാക്കിലേക്ക് വരിക. ഇനി ഇവിടെ അതായത് മീഡിയ ഫോൾഡറിന്റെ ഉള്ളിൽ com.WhatsApp എന്ന ഫോൾഡർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ മുൻപ് ഫോണിൽ ഒഫീഷ്യൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുവാൻ സാധിക്കും. ഇനി ഇവിടെ com.WhatsApp എന്ന ഫോൾഡർ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. ഇനി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോർമൽ വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് പ്ലേ സ്റ്റോർ ക്ലോസ് ചെയ്യുക. വീണ്ടും ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. അതിൽ ഇന്റേണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അതിൽ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ മീഡിയ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ ഫോണിലും വ്യത്യാസമുണ്ടാകും. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ സാംസങ് ഫോൺ ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. സാംസങ് ഫോണിൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വലതുവശത്തായി കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ കുറച്ച് ഓപ്ഷനുകൾ വരും. അതിൽ ക്രിയേറ്റ് ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഫോൾഡറിന് com.WhatsApp എന്ന് ഫോൾഡർ നെയിം കൊടുക്കുക. നിങ്ങൾ ഫോൾഡർ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാ ലെറ്ററുകളും സ്മോൾ ലെറ്ററായി തന്നെ ടൈപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് ആദ്യത്തെ ലെറ്ററായ C എന്നത് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെറ്റർ ഓട്ടോമാറ്റിക്കായി വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അത് സ്മോൾ ലെറ്ററായി തന്നെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത com.WhatsApp എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇനി ഇവിടെയും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുക. അതിന് ഫോൾഡർ നെയിം വാട്സാപ്പ് എന്ന് കൊടുക്കുക. ഇവിടെയും ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ W എന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ ആപ്പ് എന്നതിലെ A ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ലെറ്ററുകളും സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഒരിക്കലും മാറിപ്പോകരുത്. അതിനുശേഷം ബാക്കിലേക്ക് വരിക. ഇനി com.GB വാട്സാപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിലുള്ള YO വാട്സാപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡാറ്റാബേസ് എന്ന ഫോൾഡറും മീഡിയ എന്ന ഫോൾഡറും അവിടെ നിന്നും കോപ്പി ചെയ്യുക. എന്നിട്ട് ബാക്കിലേക്ക് വരിക. അതിനുശേഷം com.WhatsApp എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിലുള്ള വാട്സാപ്പ് എന്ന ഫോൾഡറും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഡാറ്റാബേസ് എന്ന ഫോൾഡറും മീഡിയ ഫോൾഡറും അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിലേക്ക് വരിക. വീണ്ടും ബാക്കിലേക്ക് വരിക. വീണ്ടും ബാക്കിലേക്ക് വരിക. വീണ്ടും ബാക്കിലേക്ക് വരിക. ഇനി ഇവിടെയും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറിനും വാട്സാപ്പ് എന്ന് തന്നെയാണ് നെയിം കൊടുക്കേണ്ടത്. ഇവിടെ വാട്സാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ W ലെറ്ററും A ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക. ആദ്യം ചെയ്ത് അതുപോലെ തന്നെ ചെയ്യുക. ബാക്കിയുള്ള ലെറ്ററുകളെല്ലാം സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യേണ്ട സ്ഥലം മാറിപ്പോകരുത്. ഫയൽ മാനേജറിൽ ഇന്റേണൽ സ്റ്റോറേജ് എന്നത് ഓപ്പൺ ചെയ്തതിന് ശേഷം മെയിൻ ഫോൾഡറുകൾ വരുന്ന സ്ഥലത്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മാറിപ്പോകരുത്. ഇനി നേരത്തെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇനി വാട്സാപ്പ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ GB വാട്സാപ്പിൻ്റെ ഡാറ്റാബേസ് എന്ന ഫോൾഡറും മീഡിയ എന്ന ഫോൾഡറും അവിടെ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഡാറ്റാബേസ് എന്ന ഫോൾഡറും മീഡിയ എന്ന ഫോൾഡറും കോപ്പി ചെയ്യുവാൻ വേണ്ടി ഒന്നെങ്കിൽ com.GB വാട്സാപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ചു മുൻപ് ക്രിയേറ്റ് ചെയ്ത com.WhatsApp എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും മതി. ഡാറ്റാബേസ് എന്ന ഫോൾഡറും മീഡിയ എന്ന ഫോൾഡറും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം GB വാട്സാപ്പിൻ്റെ എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതല്ല ഇനി ഡിലീറ്റ് ചെയ്യണ്ട എന്നാണെങ്കിൽ ഡിലീറ്റ് ചെയ്യണ്ട. ഞാൻ ഇവിടെ GB വാട്സാപ്പിൻ്റെ എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി ഫയൽ മാനേജർ ക്ലോസ് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ആപ്സ് എന്നത് ഓപ്പൺ ചെയ്യുക. അതിൽ GB വാട്സാപ്പ് എന്ന് കാണാം, അത് ഓപ്പൺ ചെയ്യുക. ഇനി അൺഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് GB വാട്സാപ്പ് ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുവാൻ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായി തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുവാൻ കഴിയും. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇനി സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യുക.
അതിനുശേഷം ഇനി വാട്സാപ്പ് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ആദ്യം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പിന്നെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെരിഫിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കോൺടാക്റ്റ് ആൻഡ് മീഡിയ എന്ന നോട്ടിഫിക്കേഷനിൽ കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യുക. പിന്നെ കോൺടാക്റ്റ് ആക്സസ് ചെയ്യുവാനുള്ള പെർമിഷനാണ്, അത് അലോ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫോട്ടോയും ആൻഡ് മീഡിയ ഫയലുകളും ആക്സസ് ചെയ്യുന്നതിന് അലോ എന്ന് കൊടുക്കുക. അതിനുശേഷമാണ് റീസ്റ്റോർ ആൻഡ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ വരുന്നത്. അതിൽ റീസ്റ്റോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ GB വാട്സാപ്പിൻ്റെ ബാക്കപ്പ് ഡാറ്റ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് റീസ്റ്റോർ ആക്കും. അതിനുശേഷം സെലക്ട് ബാക്കപ്പ് ഫ്രീക്വൻസി ചോദിക്കും. അതിന് നെവർ എന്നത് സെലക്ട് ചെയ്തു കൊടുക്കുക. ഇനി നിങ്ങളുടെ GB വാട്സാപ്പിൽ ഉണ്ടായിരുന്ന എല്ലാ ചാറ്റുകളും ഇപ്പോൾ ഒഫീഷ്യൽ വാട്സാപ്പിൽ കാണാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച GB വാട്സാപ്പിലെ 2 ചാറ്റുകളും ഇവിടെ കാണാം. ഇങ്ങനെ നമുക്ക് GB വാട്സാപ്പിലെ ബാക്കപ്പ് ഡാറ്റ നോർമൽ വാട്സാപ്പിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.